നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെപ്പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്നു വരുന്ന ആചാരമാണ്. ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ട് മുതൽക്കേ ഉള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന കാര്യസിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല്ല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ഇതോടൊപ്പം വിവരിക്കുകയാണ്. അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു. ആയില്യം നാളുകാർക്കും 4-ാം ഭാവത്തിൽ വ്യാഴം, 6-ൽ ശനി, ഇപ്രകാരമാണ് ഗ്രഹസഞ്ചാരം. പല വിധത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. കയ്യിലുള്ള ധനം കൂടെ നഷ്ടപ്പെട്ടു പോകാൻ സാഹചര്യം ഉണ്ടാകാതെ പ്രത്യേകം സൂക്ഷിക്കുക. ആലോചനക്കുറവും അശ്രദ്ധയും കൊണ്ട് ജീവിതത്തിൽ പല പ്രയാസങ്ങളും ഉണ്ടായേക്കാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ദോഷങ്ങളും ശമിക്കുന്നതിന് ജയസുദർശന യന്ത്രം ദേഹത്ത് ധരിക്കേണ്ടത് വളരെ അത്യാവശ്യമായി കാണുന്നു. അതോടൊപ്പം പത്മരാഗക്കല്ല് അഥവാ വൈറ്റ് ലോട്ടസ് സഫയർ എന്ന രത്നക്കല്ല് വെള്ളി ലോക്കറ്റിലോ മോതിരത്തിലോ ആക്കി ധരിക്കുന്നത് ഒരു പരിധിവരെ നിർഭാഗ്യ തരംഗങ്ങളെ ഒഴിവാക്കുന്നതിനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും വളരെയധികം ഫലം നൽകുന്നതാണ്.